നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ഡേന്റെ കണ്ടിന്യൂഷൻ ജൂൺ 3-നാണ് കേട്ടോ. ജൂൺ 3 നമ്മൾ ചെയ്തത് വെൻഡർക്ക് ഒരു 10,000 രൂപ അഡ്വാൻസ് കൊടുത്തു, ഒരു മെറ്റീരിയൽ കിട്ടാനായിട്ട് അഡ്വാൻസ് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഈ ഒരു കൺസെപ്റ്റ് ആണ് വെൻഡർ ഡൗൺ പേയ്മെന്റ്, അതായത് വെൻഡർക്ക് അഡ്വാൻസ് കൊടുക്കുന്ന സിറ്റുവേഷൻ. അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് എമൗണ്ട് അഡ്വാൻസ് എമൗണ്ടിനേക്കാളും വലുത്. ഓൾറെഡി അപ്പോൾ ഇവിടെ വെൻഡർക്ക് അഡ്വാൻസ് ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഇന്നലെ എന്തായാലും നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ജൂൺ 5. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പർച്ചേസ് ബില്ലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പർച്ചേസ് ബില്ല് എന്ന് പറയുന്നത് ഓൾറെഡി വെൻഡർക്ക് 10,000 അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ വെൻഡറിന്റെ അക്കൗണ്ടിൽ 10,000 രൂപ ബാലൻസ് കിടപ്പുണ്ട്. അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് വെൻഡറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽസ് എല്ലാം കിട്ടി. വെൻഡർ നമുക്ക് ബില്ല് തരുന്നത് ടോട്ടൽ 30,000-ന്റെ ബില്ലാണ് നമുക്ക് കിട്ടുന്നത്. ഈ 30,000-ന്റെ ബില്ല് കിട്ടുമ്പോൾ F-43 സാധാരണ പർച്ചേസ് ബില്ല് ചെയ്യുന്ന വിൻഡോയിൽ വരാം. ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുക്കും, ലേറ്റ് അനീസ് വരുന്നു. ഓക്കെ, അപ്പോ പർച്ചേസ് ഇൻവോയ്സ് വെൻഡർ 2 ആണ് ബില്ല് തരുന്നത്. ഇവിടെ ബൈ കമ്പനി കോഡ് വെൻഡർ 2. ഓക്കെ, ഇനിയിപ്പോ ഈ വെൻഡറിനെ സെലക്ട് ചെയ്തപ്പോ താഴെ വന്നൊരു മെസ്സേജ് നോക്കാം, അതായത് 10,000 ഡൗൺ പേയ്മെന്റ് ഓൺ കറണ്ട് അസറ്റ് എക്സിസ്റ്റ്. അതായത് ഈ വെൻഡറിന്റെ ഒരു ബില്ല് റെക്കോർഡ് ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ സിസ്റ്റം പറഞ്ഞു തരികയാണ്, ഈ വെൻഡർക്ക് ഓൾറെഡി നിങ്ങൾ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഓക്കെ, ഇതിങ്ങനെ അഡ്വാൻസ് ആണെന്ന് സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനി എത്ര രൂപയുടെ ബില്ലാണ് ചെയ്യുന്നത്? 30,000-ന്റെ ബില്ലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ടെക്സ്റ്റ് ആയിട്ട് പർച്ചേസ് എന്ന് മാത്രം കൊടുക്കാം. പോസ്റ്റിംഗ് 40-ൽ ഡെബിറ്റ് വരുന്ന പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ പർച്ചേസ് വൗച്ചർ ഫുള്ള് ചെയ്യുന്ന ജേണൽ എൻട്രി അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടില്ല. ഫോളോ നോർമൽ പ്രൊസീജിയർ. പഴയ നോട്ട് നോക്കിയിട്ട് ചെയ്യാം. യെസ്, അതിന്റെ ലെഡ്ജർ വേറെ ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ഇവരെ ചെയ്താൽ മതി. ബാക്കിയുള്ളവരൊക്കെ പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് ചെയ്യേണ്ടത് ചെയ്യണ്ട. ഓക്കെ, അപ്പോ ഇതിന്റെ നോട്ട് സ്ക്രീൻഷോട്ട് ഇല്ല. സാധാരണ ബില്ല് ചെയ്യുന്ന പോലെ പോയി ഒരു ബില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 10,000-ന്റെ അഡ്വാൻസ് ഈ ഒരു നെക്സ്റ്റ് സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ അതിന്റെ ബില്ല്. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് പേയ്മെന്റ് വിത്ത് ഡൗൺ പേയ്മെന്റ് ക്ലിയറിംഗ്.
ഓക്കെ, ഇതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ we have to pay 30,000 to vendor 2. വെൻഡർ 2ലേക്ക് 30,000 രൂപ പേ ചെയ്യണം. പക്ഷേ we have 10,000 already paid 10,000 as advance. ഇതാണ് സിറ്റുവേഷൻ. ഓൾറെഡി നമ്മൾ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഈ വെൻഡർ പുതിയ ബില്ല് വന്നപ്പോൾ ബില്ലിലുള്ള എമൗണ്ട് 30,000. അപ്പോൾ ഓൾറെഡി 10,000 കൊടുത്തിട്ടുണ്ട്. ബാലൻസ് 20,000 രൂപ പേ ചെയ്താൽ മതി. നമുക്ക് റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് റിപ്പോർട്ട്സ്. റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കേണ്ടത് ഒന്ന് FBL1 ആണ്. വെൻഡറിന്റെ റിപ്പോർട്ട് അതാണ്. ഓക്കെ, വെൻഡർ 2ന്റെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. വെൻഡർ 2 ഓക്കെ, ഇപ്പോ ഇന്നത്തെ ഡേറ്റിലെ ട്രാൻസാക്ഷൻ മാത്രം ഇപ്പൊ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. പിന്നെ താഴെ ടൈപ്പ് നോർമൽ ഐറ്റം ആയിട്ടാണ് കിടക്കുന്നത്, അതായത് സാധാരണ ഐറ്റം. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം പറയും 30,000 രൂപ വെൻഡർക്ക് കൊടുക്കാനുണ്ട്. ഇത് ഇന്ന് ചെയ്ത ബില്ല്, പർച്ചേസ് ബില്ല് 30,000 കൊടുക്കാണ്ട് റെഡിൽ കിടപ്പുണ്ട്, കാരണം അത് പൈസ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് ബാക്ക് പോവാം. ഓൾ ഐറ്റം തന്നെ സെലക്ട് ചെയ്യുക. ഇനി ഓൾ ഐറ്റം സെലക്ട് ചെയ്തിട്ട് ഡേറ്റ് കൊടുക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് കൊടുത്തത് നമ്മൾ 3-ാം തീയതിയോ വേറെ ഏതോ ഡേറ്റിലാണ്. ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഓൾ ഐറ്റം മാറ്റിയിട്ട് ഡേറ്റ് മാറ്റി കൊടുക്കുക. പിന്നെ ഇവിടെ ഇപ്പോ നോർമൽ ഐറ്റവും മാറ്റിയിട്ട് സ്പെഷ്യൽ GL ട്രാൻസാക്ഷൻ ആക്കുക. കാരണം ഇപ്പോൾ നോർമൽ ഐറ്റത്തിലാണ് പർച്ചേസ് ബില്ല് വരുന്നത്. ഈ അഡ്വാൻസ് കൊടുത്തേക്ക് സ്പെഷ്യൽ ട്രാൻസാക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്പെഷ്യൽ GL ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം പറയും 10,000 അഡ്വാൻസും ഈ വെൻഡറുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഓക്കെ, 10,000 അഡ്വാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി പേ ചെയ്യാൻ പോകുന്നത് ബാലൻസ് 20,000 രൂപയായിരിക്കും പേ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ബാലൻസ് 20,000 പേ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു F-53 എന്ന് പറഞ്ഞ വിൻഡോയിൽ വരുന്നത്. /NF-53 execute F-53 ഈ ഒരു വിൻഡോയിൽ വരും. ഇവിടെ സാധാരണ പേയ്മെന്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പേയ്മെന്റ് വിൻഡോയില് വെൻഡർ പേയ്മെന്റ് വിത്ത് അഡ്വാൻസ് അഡ്ജസ്റ്റ്മെന്റ്. ഇനി അക്കൗണ്ട് ക്യാഷ് വഴിയാണ് പേ ചെയ്യുന്നത്. നമുക്ക് ഇതുവരെ ബാങ്ക് അക്കൗണ്ട് ഇല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. എമൗണ്ട് 20,000 ആണ് പേ ചെയ്യുന്നത്, അതുകൊണ്ട് 20,000 കൊടുത്തു. നറേഷൻ താഴത്തേക്ക് പേസ്റ്റ് ചെയ്യാം. ഇനി അക്കൗണ്ട് ഏരിയയിൽ ഏത് വെൻഡർക്കാണ് പേയ്മെന്റ് ചെയ്യുന്നത്? വെൻഡർ 2ക്കാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യം കൂടി കൊടുക്കണം. അതായത് ഇവിടെ സാധാരണ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് വെൻഡർ പേയ്മെന്റ് മാത്രമാണ്. ഇവിടെ അഡ്വാൻസ് എമൗണ്ട് കൂടി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. അതാണ് ഇവിടുത്തെ റിക്വയർമെന്റ്. സോ ഇവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട്.
അടുത്ത പേജിൽ, അതായത് ഇവിടെ നിന്ന് ഇത്രയും കാര്യം കൊടുത്തിട്ട് എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ബില്ലിന്റെ എമൗണ്ട് മാത്രമാണ് വരാറ്. പക്ഷെ നമുക്ക് ഇനി അടുത്ത പേജിൽ ബില്ല് മാത്രമല്ല അഡ്വാൻസ് എമൗണ്ട് ഒരു 10,000 കൂടി കാണണം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് സെർച്ച് ചെയ്യാം. ഇവിടെ ഈ KA എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതാണ് ഡൗൺ പേയ്മെന്റ് ഓൺ കറണ്ട് അസറ്റ്. അതിലാണ് നമ്മുടെ അഡ്വാൻസ് എമൗണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ KA റോ വൈസ് സെലക്ട് ചെയ്തിട്ട് എന്റർ കീ തന്നെ പ്രസ് ചെയ്യണം, അല്ലാതെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരില്ല. റോ വൈസ് സെലക്ട് ചെയ്യാം, പിന്നെ ഇവിടെ താഴെ ചൂസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു A എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ വരുള്ളൂ. ഈ F-53 ഇതിനു മുമ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സാധാരണ വെൻഡർ പേയ്മെന്റിനൊക്കെ F-53 ആണ്, അതായത് 43 ബില്ല് 53 പേയ്മെന്റ്, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ആ ഒരു F-53 ആകെ ഉള്ള ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എക്സ്ട്രാ വരുന്നുണ്ട്. സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ കാര്യം എക്സ്ട്രാ ഇതിൽ വന്നിട്ടുണ്ട്. അത് മാത്രമുള്ള ഒരു വ്യത്യാസം. അങ്ങനെ സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, അടുത്ത പേജിൽ ഇൻവോയ്സ് എമൗണ്ടും കാണിക്കും, അഡ്വാൻസ് എമൗണ്ടും കാണിക്കും. ആ സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ കൊടുത്തില്ല ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലുള്ള ഈ ഒരു 10,000 എന്നുള്ള എമൗണ്ട് കാണിക്കില്ല, അതായത് ജസ്റ്റ് ബില്ല് മാത്രം കാണിക്കുള്ളൂ. അതാണ് ഒരു വ്യത്യാസമുള്ളത്. ഇവിടെ ഇപ്പോ 20,000 എമൗണ്ട് എൻ്റെ ബില്ലിലേക്ക് അസൈൻ ചെയ്ത എമൗണ്ടും 20,000 എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ വരുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇതൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ അവിടെ റെക്കോർഡ് ആവും. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30,000 ബില്ലായിരുന്നു. ആ 30,000 ബില്ലിലേക്ക് ഈ അഡ്വാൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ സിസ്റ്റം പറഞ്ഞു നിങ്ങൾ 20,000 രൂപ അടച്ചാൽ മതി. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. 20,000 രൂപ നമ്മൾ ക്യാഷ് വഴി അടക്കുന്നു. ഇതൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ പോസ്റ്റ് ആയി. ഇനി ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻഡർ റിപ്പോർട്ട് എടുത്ത് നോക്കാം. FPL1N എടുത്ത് നോക്കാം. ഇതിപ്പോ തൽക്കാലം ഞാൻ ഓൾ ഐറ്റം ഇന്നത്തെ കാര്യങ്ങൾ മാത്രം എടുക്കുന്നുള്ളൂ. നോർമൽ ഐറ്റമാണ് എടുക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം പറയും 30,000 ഒരു ബില്ല് ഉണ്ടായിരുന്നു, ആ 30,000 ബില്ല് സെറ്റിൽ ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും കാണിക്കുന്നത്. അതായത് ഈ ബില്ല് സെറ്റിൽ ചെയ്തപ്പോൾ അഡ്വാൻസ് എമൗണ്ട് കൂടി എടുത്തിട്ടാണ് സെറ്റിൽ ചെയ്തത്. അത് നമ്മുടെ സ്ക്രീനിൽ ഡയറക്റ്റ്ലി കാണാൻ പറ്റില്ല. അഡ്വാൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഓക്കെ, SAP-യിൽ എടുക്കുമ്പോൾ ഇങ്ങനെ ബില്ല് സെറ്റിൽ ചെയ്തു, അതായത് 30,000 ബില്ലുണ്ട്, ആ 30,000 കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു, അതായത് അഡ്വാൻസും കൂടി ചേർത്തിട്ട് അതിനാണ് നറേഷൻ കൂടി ആഡ് ചെയ്യുന്നത്. പിന്നീട് കാണുമ്പോൾ മനസ്സിലാവും, അതായത് അഡ്വാൻസ് കൂടി ചേർത്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ ആയിരിക്കും SAP-യിൽ റിപ്പോർട്ട് കാണുന്നത്. ഇനി ഇവിടെ നിന്നും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജേണൽ എൻട്രിയിലേക്കായിരിക്കും പോകുന്നത്. ഇനിയിപ്പോ ഇതിൽ സ്പെഷ്യൽ GL ട്രാൻസാക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡേറ്റിലെയും കാര്യം നോക്കാം. അതിലാണ് നമ്മുടെ അഡ്വാൻസ് മാത്രമായിരിക്കും കാണിക്കുന്നത്. അപ്പൊ സിസ്റ്റത്തിന്റെ കണക്കനുസരിച്ച് 10,000 അഡ്വാൻസ് ഉണ്ടായിരുന്നു, അതൊരു ബില്ലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അഡ്വാൻസിന്റെ ബാലൻസും 0 ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഈ അഡ്വാൻസ് എടുത്ത് നോക്കണമെന്നില്ല, വെൻഡറിന്റെ ബാലൻസ് എടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ ആ ബില്ല് ക്ലിയർ ആയിട്ടുണ്ടാവും. 30,000 ബില്ല് ഉണ്ടായിരുന്നു, 30,000 ഫുള്ള് ക്ലിയർ ആയി എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ റെക്കോർഡ് ആവുന്നത്. ഇനിയിപ്പോ ജസ്റ്റ് ഈ ഒരു ഡോക്യുമെന്റ് കൂടി നോക്കാം. അതായത് 2006 എന്ന് പറഞ്ഞതാണ് ഡോക്യുമെന്റ്. അതിന് ജേണൽ എൻട്രി കൂടി കാണണമെന്നുണ്ടെങ്കിൽ FB03 എന്നുള്ള ഇതിൽ പോവാം. 2006 ഇതാണ് ലാസ്റ്റ് റെക്കോർഡ് ചെയ്ത ഡോക്യുമെന്റ്. എന്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡഡ് ആയ ജേണൽ എൻട്രി നോക്കാം. അതായത് ഇവിടെ ക്യാഷ്
ക്രെഡിറ്റ്, വെൻഡർ ടു ക്രെഡിറ്റ്, വെൻഡർ ടു ഡെബിറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് പുറമേ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇനി ഇവിടെ തന്നെ ജനറൽ ലെഡ്ജർ വ്യൂ എന്ന് പറയുന്ന ഒരു വ്യൂവും കൂടിയുണ്ട്. അതെടുക്കുമ്പോഴാണ് ശരിക്കുമുള്ള ജേണൽ എൻട്രി നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ക്യാഷ് 20,000 നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. അഡ്വാൻസ്ഡ് വെൻഡർ എന്ന് പറയുന്ന ഒരു അസറ്റ് ആയിരുന്നു. അത് ബില്ലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ജേണൽ എൻട്രിയിൽ അത് ക്രെഡിറ്റ് വന്നു. നെക്സ്റ്റ് സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ലൈബിലിറ്റി ആയിരുന്നു. ലൈബിലിറ്റി കുറഞ്ഞപ്പോൾ അത് ഡെബിറ്റ് വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ജേണൽ എൻട്രിയും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ജേണൽ എൻട്രി ഇത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ടി കോഡ് അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SAP ജേണൽ എൻട്രി SAP തന്നെ റെക്കോർഡ് ചെയ്തു. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു പേയ്മെന്റ് എമൗണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജേണൽ എൻട്രി SAP തന്നെ ചെയ്തോളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. അതായത് ഇൻവോയ്സ് എമൗണ്ട് അഡ്വാൻസ് എമൗണ്ടിനേക്കാളും വലുതാവും. ഓക്കെ, വലുതായിരുന്നു. അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. ഇനി സെക്കൻഡ് സിറ്റുവേഷനിലേക്ക് പോവാം. സിറ്റുവേഷൻ 2. ഇൻവോയ്സ് എമൗണ്ട് അഡ്വാൻസ് എമൗണ്ടിനേക്കാളും കുറവ് ആണ്. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ആദ്യം അഡ്വാൻസ് കൊടുക്കുന്ന സിറ്റുവേഷൻ ചെയ്യാം. ഓക്കെ, വെൻഡർക്ക് 10,000 rupees അഡ്വാൻസ് കൊടുത്തു. സിറ്റുവേഷൻ ഇൻവോയ്സ് എമൗണ്ട് ഈസ് ഈക്വൽ ടു അഡ്വാൻസ്. ഓക്കെ, അതായത് ഇവിടെ വെൻഡർ 3ക്ക് 10,000 രൂപ അഡ്വാൻസ് കൊടുക്കുന്നു. ഇത് F-48 റെക്കോർഡ് ചെയ്യാം. ഇനിയിപ്പോ എന്റെ കമ്പനിയിൽ വെൻഡർ 3 എന്ന് പറഞ്ഞൊരു വെൻഡർ ഇല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ക്രിയേറ്റ് ചെയ്യണം. FK01 എന്ന് പറഞ്ഞ ടി കോഡില്. നിങ്ങൾക്ക് ചിലപ്പോൾ വെൻഡർ ഉണ്ടാകും, ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. എന്റെ കമ്പനിയിൽ വെൻഡർ ഇല്ല. വെൻഡർ 3 ഓക്കെ, അപ്പൊ വെൻഡർ 3നെ ക്രിയേറ്റ് ചെയ്ത് ഇനി വെൻഡർ 3ക്ക് അഡ്വാൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ F-48/F-48ലേക്ക് പോവാം. വെൻഡർ അഡ്വാൻസ് ഏത് വെൻഡർക്കാണ് അഡ്വാൻസ് കൊടുക്കുന്നത്? വെൻഡർ 3ക്കാണ് അഡ്വാൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് വെൻഡർ 3. നെക്സ്റ്റ് സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ ഡൗൺ പേയ്മെന്റ് ഓൺ കറണ്ട് അസറ്റ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ബാങ്ക് ഏത് ബാങ്ക് വഴിയാണ് അഡ്വാൻസ് കൊടുക്കുന്നത്? ഓക്കെ, ക്യാഷ് വഴിയാണ് ഇപ്പൊ അഡ്വാൻസ് കൊടുക്കുന്നത്. എമൗണ്ട് 10,000. അതിന്റെ നറേഷനും വെൻഡർ അഡ്വാൻസ്. ഓക്കെ, ഇതില് സ്പെഷ്യൽ GL ഇൻഡിക്കേറ്റർ കൊടുക്കണം. അത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഈ ഒരു കാര്യം കൂടി ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. ഇത് വെൻഡർ 3 ആണ്. ഓക്കെ, എന്റെ കമ്പനിയിൽ 8602 എന്നുള്ള കോഡിലാണ് വെൻഡർ 3. നിങ്ങളുടെ കമ്പനിയിൽ വേറെ ഏതെങ്കിലും കോഡായിരിക്കും. ആ കോഡ് ഒന്ന് കൊടുക്കാം.
പിന്നെ താഴെയുള്ളത് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് ഓക്കെ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റർ കീ പ്രസ് ചെയ്യാം. എന്റർ. എമൗണ്ട് 10,000. നറേഷൻ ഓൾറെഡി കഴിഞ്ഞ പേജിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് പ്ലസ് ടൈപ്പ് ചെയ്യണം. എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നറേഷൻ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ആയിക്കോളും. പ്ലസ് ഉണ്ട്. സേവ് ചെയ്യാം. ഓക്കെ. അങ്ങനെ ആ ട്രാൻസാക്ഷൻ റെക്കോർഡായി. ഇനി റെക്കോർഡായ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് എടുത്ത് നോക്കാം. FPL1N FPL1. ഓക്കെ. അപ്പൊ വെൻഡർ കോഡ് കൊടുക്കുക. ഓൾ ഐറ്റംസ് സ്പെഷ്യൽ GL ട്രാൻസാക്ഷൻ അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. അഡ്വാൻസ് മാത്രമാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോർമൽ ഐറ്റം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. സ്പെഷ്യൽ GL ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം പറയുന്നത് വെൻഡർക്ക് 10,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, അത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും 10,000 റെഡിൽ കിടക്കുന്നത്. 10,000 അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് വെൻഡർ നമുക്ക് ബില്ല് തരുന്നത്. ഇനി ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻവോയ്സ് എമൗണ്ട് അഡ്വാൻസ് എമൗണ്ടിനേക്കാളും ലെസ് ആണ്. അതാണ് സിറ്റുവേഷൻ. ഓക്കെ. വെൻഡറിന്റെ ബില്ല് കിട്ടുന്നു. ബില്ല് കിട്ടുമ്പോൾ വെൻഡർ 3 supplied materials along with invoice. Is 5,000. ഓക്കെ. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻഡർ 3 മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തു. ഇൻവോയ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5,000 ആണ്. നമ്മൾ കൊടുത്ത അഡ്വാൻസ് 10,000, കിട്ടിയ ബില്ലിന്റെ എമൗണ്ട് 5,000 ആണ്. ഓക്കെ. അപ്പോ ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യുന്ന F-43 സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. F-43 വെൻഡർ 3 ബില്ല്. ഓക്കെ. സിസ്റ്റം പറയും 10,000 അഡ്വാൻസ് ഉണ്ട്, നമ്മൾ പക്ഷെ 5,000 യൂസ് ചെയ്യുന്നുള്ളൂ. പോസ്റ്റിംഗ് 40 പർച്ചേസ്. ഓക്കെ. അപ്പോ പർച്ചേസില് അതിന്റെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തിട്ടില്ല. സാധാരണ പ്രൊസീജിയർ ഫോളോ ചെയ്യാം. ഫോളോ നോർമൽ പ്രൊസീജിയർ. പഴയ നോട്ട് നോക്കാം. ഓക്കെ. അങ്ങനെ 5,000 പർച്ചേസ് റെക്കോർഡ് ചെയ്തു. ഇനി അങ്ങനെ നിൽക്കുന്ന മൊമെന്റിൽ വീണ്ടും റിപ്പോർട്ട് നോക്കാം. FPL1N റിപ്പോർട്ട് നോക്കുമ്പോൾ ഓൾ ഐറ്റം, നോർമൽ ഐറ്റം
ഐറ്റം സെലക്ട് ചെയ്താൽ മതി, സ്പെഷ്യൽ GL മാറ്റാം, നോർമൽ ഐറ്റം സെലക്ട് ചെയ്താൽ മതി. അപ്പോഴേ നമ്മുടെ ബില്ല് ഡാറ്റാസ് കാണുള്ളൂ. ഓക്കെ, അപ്പൊ സിസ്റ്റം പറയും 5000 റുപ്പീസ് വെണ്ടർക്ക് കൊടുക്കാനുണ്ട്. സാധനം തന്ന വകുപ്പില് 5000 ആണ് കൊടുക്കാനുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് 5000 രൂപ കൊടുക്കണം. പക്ഷെ നമ്മൾ കൊടുക്കില്ല, കാരണം അഡ്വാൻസ് 10000 രൂപ വെണ്ടറിന്റെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. സിസ്റ്റത്തിന്റെ കണക്കനുസരിച്ച് 5000 രൂപ നമ്മൾ വെണ്ടർക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ബെല്ലൈക്കൺ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്, ഡ്യൂ ആയി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നത്. നമ്മൾ പക്ഷേ പൈസ കൊടുക്കില്ല, നമ്മൾ അഡ്വാൻസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അതിനാണ് ഡൗൺ പേയ്മെന്റ് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആസ് പെർ റിപ്പോർട്ട്സ് we have to pay 5000 to vendor 3, but we will be adjusting the invoice with the advance amount. ഇതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ബില്ല് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, F-54 എന്ന് പറയുന്ന ടി കോഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ F-4353 അതായിരുന്നു ഇതിനു മുമ്പ് യൂസ് ചെയ്തിരുന്നത്. 43 പർച്ചേസ്, 53 പേയ്മെന്റ്. ഇവിടെ ഇപ്പൊ യൂസ് ചെയ്യുന്ന F-54 എന്നുള്ള വേറൊരു ടി കോഡാണ്. ഈ ടി കോഡ് യൂസ് ചെയ്യുന്നത് അഡ്വാൻസിൽ നിന്ന് ബില്ലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടി കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ F-54 എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്, F-54. ഓക്കെ, ഇങ്ങനെ ക്ലിയർ വെണ്ടർ ഡൗൺ പേയ്മെന്റ് എന്നുള്ള വിൻഡോ ആയിരിക്കും. ഇവിടെ സാധാരണ ഒരു F-53 ആയിട്ടൊക്കെ സിമിലർ ആണ്, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ഇവിടെ ഡോക്യുമെന്റ് ഡേറ്റ് കൊടുക്കണം, പിന്നെ ഹെഡർ ടെക്സ്റ്റ്, വെണ്ടർ ഇൻവോയ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു. ഇനി അക്കൗണ്ടിൽ ഏത് വെണ്ടറിന്റെ ബില്ലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, വെണ്ടർ 3ന്റെ ബില്ലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ വെണ്ടർ 3നെ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഇൻവോയ്സ് നമ്പർ കിടപ്പുണ്ട്. ഏത് ബില്ലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഏത് ബില്ലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സിസ്റ്റം തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് തരും. കണ്ടോ, 1005 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. തന്നില്ല എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഇതാണ് നേരത്തെ എടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ കാണും 5000ന്റെ പർച്ചേസ് ബില്ല്. അതിന്റെ നമ്പർ എത്രയാണെന്ന് നോക്കാം, 1005. എന്റെ സിസ്റ്റത്തിൽ 1005 ആണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ വരുന്ന നമ്പർ സിസ്റ്റം ഇങ്ങനെ ഫില്ല് ചെയ്ത് തരും. ഇനി എങ്ങാനും ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ബില്ലിന്റെ നമ്പർ എത്രയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ 1005 ആണ്. ഇനി അത് തന്നെ താഴെയും ടെക്സ്റ്റിലും കൊടുക്കാം. വെണ്ടർ 3, പിന്നെ നെക്സ്റ്റ് ഇവിടെ കൊടുക്കേണ്ടത് ഇൻവോയ്സ് നമ്പർ വേണം, അതേപോലെ തന്നെ ഫിസിക്കൽ ഇയറും വേണം. നമ്മുടെ സെർവർ ചില സമയത്ത് ടൈം ഔട്ട് ആവുമല്ലോ, അതായത് വെറുതെ നിൽക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ ടൈം ഔട്ട് ആവുകയാണെങ്കിൽ ഇതിങ്ങനെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മളായിട്ട് പോയി റിപ്പോർട്ട് നോക്കി കണ്ടുപിടിക്കണം. നിങ്ങൾ പെട്ടെന്ന് ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്ത് തരും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്റർ കീ പ്രസ് ചെയ്യാം. എന്റർ പ്രസ് ചെയ്യുമ്പോൾ വരുന്നത് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും. സിസ്റ്റം പറയും ഞങ്ങളുടെ കയ്യിൽ അഡ്വാൻസ് 10000 രൂപയുണ്ട്, എത്ര രൂപ ബില്ലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണം. അപ്പൊ 10000 അഡ്വാൻസിൽ നിന്ന് നമുക്ക് വേണ്ടത് ബില്ല് ക്ലിയർ ചെയ്യാൻ 5000 രൂപ മാത്രം മതി. അതുകൊണ്ട് ഇവിടെ ട്രാൻസ്ഫർ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഈ സ്പേസിൽ 5000 എന്ന് പറഞ്ഞ എമൗണ്ട് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ
5000 ടൈപ്പ് ചെയ്യാം. എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിയർ വി നീഡ് ഓൺലി 5000 ഫ്രം അഡ്വാൻസ് ബാലൻസ് ടു ക്ലിയർ ദ ബിൽ. Hence 5000 is specified. ആകെ നമുക്ക് വേണ്ടത് 5000 രൂപ. അതുകൊണ്ട് ട്രാൻസ്ഫർ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഏരിയയിൽ എത്ര രൂപ അഡ്വാൻസ് ചെയ്ത് ക്യാൻസൽ ചെയ്യാനായിട്ട് വേണം? 5000 മാത്രം മതി. അതുകൊണ്ട് 5000 എന്ന് പറഞ്ഞ് മാത്രം ടൈപ്പ് ചെയ്യാം. ഇനി ഇതൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഓക്കെ, വെൻഡർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് വെൻഡർ റിപ്പോർട്ട്. റിഫ്രഷ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് റിഫ്രഷ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും വെൻഡർ റിപ്പോർട്ട് ഉണ്ടാവുന്നത്. 5000 ബില്ലുണ്ടായിരുന്നു. ആ 5000 ബില്ലിലേക്ക് വെൻഡർ ഇൻവോയ്സ് അഡ്ജസ്റ്റ്മെന്റ് അനുസരിച്ച് അഡ്വാൻസ് ചെയ്യുന്ന 5000 രൂപ ഉപയോഗിച്ചു. വെൻഡർ ബാലൻസ് 0 ആയി. പക്ഷെ ഇപ്പോഴും സ്ക്രീൻ റെഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇങ്ങനെ ഓപ്പൺ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ റെഡ് കളർ മാറ്റി ഗ്രീൻ ആക്കുന്ന ഒരു സ്റ്റെപ്പ് കൂടി വരുന്നത്. ബാലൻസ് വിൽ ബി 0 but status is still red. അപ്പൊ റെഡ് മാറ്റി ഗ്രീൻ ആക്കുന്ന ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ചെയ്യുമ്പോൾ വരും. അതിനാണ് വെൻഡർ ക്ലിയറിംഗ് എന്ന് പറയുന്നത്. സോ വെൻഡർ ക്ലിയറിംഗ് എന്നുള്ള ഒരു സ്റ്റെപ്പും കൂടി ചെയ്യേണ്ടി വരും. ഇനി എന്തിനാണ് ഈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് മാറ്റി ഗ്രീൻ ആക്കാനായിട്ടാണ് വെൻഡർ ക്ലിയറിംഗ് എന്നുള്ള ആ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് /F-44 ഏത് വെൻഡറിന്റെ സ്റ്റാറ്റസ് ആണ് റെഡ് മാറ്റി ഗ്രീൻ ആക്കേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. വെൻഡർ 3 ആണ്. എന്റർ കീ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ സിസ്റ്റം പറയും 5000 ഇൻവോയ്സ് ഉണ്ട്, 5000 അഡ്വാൻസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ശരിക്കും അപ്പോൾ വെൻഡറിന്റെ ബാലൻസ് 0 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് മാറ്റി ഗ്രീൻ ആക്കാം എന്നുള്ള രീതിയിലായിരിക്കും സിസ്റ്റം പറയുന്നത്. പ്രസ് എന്റർ. ഓക്കെ, ഈ വിൻഡോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാം. ഓക്കെ, അത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും റിപ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇതാണ് റിപ്പോർട്ട്. നിലവിൽ ഇത് റെഡ് ആയിട്ടായിരുന്നു കിടന്നിരുന്നത്. ഇനി ഈ ലിസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ റെഡ് മാറി ഗ്രീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ റെഡ് മാറ്റി ഗ്രീൻ ആക്കാനുള്ള ഒരു സ്റ്റെപ്പായിരുന്നു F-44 എന്ന് പറയുന്നത്. ഓക്കെ, അതോടെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന മൊമെന്റിലാണ് നമ്മളൊന്ന് ഓർത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത് നോർമൽ റിപ്പോർട്ടാണ്. അഡ്വാൻസ് 10000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ 5000 മാത്രം എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഒരു 5000 രൂപ ഇപ്പോഴും ഈ വെൻഡറിന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇഫ് യു an advance of ₹5000 still trust with vendor 3. അത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ബാക്ക് പോവാം. സ്പെഷ്യൽ VL ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം.
എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ സിസ്റ്റം പറയും ആദ്യം 10,000 അഡ്വാൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു 5,000 ഒരു ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച് ബാക്കി 5,000 രൂപ അഡ്വാൻസ് ഉണ്ട് എന്നാണ് സിസ്റ്റത്തിന്റെ കണക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് സിറ്റുവേഷൻ പറയുന്നു. ലാസ്റ്റ് സിറ്റുവേഷൻ ഇതാണ്, ഇൻവോയ്സ് എമൗണ്ടും അഡ്വാൻസ് എമൗണ്ടും ഈക്വൽ ആയിരിക്കും. ഇതാണ് ലാസ്റ്റ് സിറ്റുവേഷൻ, സിറ്റുവേഷൻ 3. ഓക്കെ, അതായത് ഇതിന്റെ കണ്ടിന്യൂവേഷൻ നോക്കുമ്പോൾ 5,000 അഡ്വാൻസ് കിടപ്പുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 5,000ന്റെ ഒരു ബില്ല് വരും. 5,000ന്റെ ബില്ല് നമ്മൾ ഈ ഒരു ഓൾറെഡി ഉള്ള 5,000 അഡ്വാൻസ് ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ. സോ നമുക്കപ്പോൾ ഡൗൺ പേയ്മെന്റിന് എൻട്രി ചെയ്യേണ്ട വരില്ല, കാരണം ഓൾറെഡി അഡ്വാൻസ് കിടപ്പുണ്ട്. ഇൻവോയ്സിന്റെ എൻട്രി ചെയ്താൽ മതി. Vendor 3 supplied materials again worth ₹5,000. ഓക്കെ, അപ്പോൾ 5,000ന്റെ ബില്ലാണ് നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. 5,000ന്റെ ബില്ല് റെക്കോർഡ് ചെയ്യാനായിട്ട് F-43 അതിൽ വരാം. ഓക്കെ, ഇവിടെ ഡീകോഡ് ചെയ്തിട്ടുണ്ട് F-43. F-43 സാധാരണ ചെയ്യുന്ന പോലെ ഡേറ്റ്, ഹെഡർ ടെക്സ്റ്റ്, വെണ്ടർ 5,000, ഓക്കെ. ഇതപ്പോ സാധാരണ ജേണൽ എൻട്രി പോലെ തന്നെ റെക്കോർഡ് ചെയ്താൽ മതി. അവിടെ ലാബിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഓക്കെ, അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടോ? ഓക്കെ, എന്നാ ക്യാമറ ഉള്ള ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ പോലെ. ഓക്കെ, അപ്പോ സാധാരണ പോലെ തന്നെ 5,000ന്റെ ബില്ല്, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് നേരത്തെ ചെയ്ത പോലെ ഡൗൺ പേയ്മെന്റ് ട്രാൻസ്ഫർ മാത്രം ചെയ്താൽ മതി. Okay, here we won't be paying vendor 3, but adjusting the invoice with the advance already paid. Okay, അപ്പോൾ ഓൾറെഡി അടച്ച അഡ്വാൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇൻവോയ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ അതിനായിട്ട് F-54 പോവാം, /NF-54. ഓക്കെ, വെണ്ടർ ഇൻവോയ്സ് അഡ്ജസ്റ്റ്മെന്റ്, വെണ്ടർ 3 നറേഷൻ ആഡ് ചെയ്തു.
എന്റർ കീ പ്രസ് ചെയ്യാം. അപ്പൊ സിസ്റ്റം പറയും 10,000 അഡ്വാൻസ് ഉണ്ടായിരുന്നു, അതിലിനി ബാക്കി 5,000 അവൈലബിൾ ആണ്. ബാക്കി നേരത്തെ ഒരു 5,000 നേരത്തെ കഴിഞ്ഞ ബില്ലിന് ഉപയോഗിച്ചു, ബാക്കി ഇനി 5,000 ഉണ്ട്. എത്ര രൂപ എടുക്കണം? നമുക്കിനി 5,000 ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. Okay, here we are using the balance advance of rupees 5,000 to adjust. ഓക്കെ, അപ്പൊ 5,000 രൂപ ഇൻവോയ്സ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഉപയോഗിച്ചു. സേവ് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ സേവ് ചെയ്ത് റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഓക്കെ, നോർമലായിട്ട് എടുത്ത് നോക്കട്ടോ. ആദ്യം നോർമലായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നോർമൽ ഐറ്റത്തില് സിസ്റ്റത്തിന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് 5,000 രൂപയുടെ ബില്ല് ഉണ്ടായിരുന്നു. ആ 5,000 രൂപ അഡ്ജസ്റ്റ് ആയി എന്നുള്ള രീതിയിൽ ബാലൻസ് 0 ആയിരിക്കും, പക്ഷെ സ്റ്റാറ്റസ് റെഡ് തന്നെ ആയിരിക്കും. ബാലൻസ് വിൽ ബി 0 ബട്ട് സ്റ്റാറ്റസ് റെഡ്. അപ്പൊ നമ്മൾക്ക് ഒരു ആക്ടിവിറ്റിയും കൂടി വരും, അതാണ് വെൻഡർ ക്ലിയറിംഗ് എന്ന് പറയുന്നത്. F-44-ല് റെഡ് മാറ്റി ഗ്രീൻ ആക്കുന്ന ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ /F-44 0. ഓക്കെ, അപ്പൊ അവിടുന്ന് എന്റർ കീ പ്രസ് ചെയ്യാം. സിസ്റ്റത്തിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഈ വെൻഡറിന്റെ ബാലൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഗ്രീൻ ആക്കാൻ പറ്റും, കാരണം ബാലൻസ് 0 ആണ്. ഈ വിൻഡോ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കി കഴിയുകയാണെങ്കിൽ സ്റ്റാറ്റസ് ഇപ്പൊ കംപ്ലീറ്റ് ഗ്രീൻ ആയിട്ടുണ്ടാവും. അതായത് ആ റെഡ് മാറി ഗ്രീൻ ആയിട്ടുണ്ടാവും. അങ്ങനെ അവസാനം നോക്കുമ്പോൾ വെൻഡർക്ക് ഇന്ന് നമ്മൾ 2 ബില്ല് ചെയ്തിട്ടുണ്ട്. ഒരു 5,000 ബില്ല് അത് നമ്മൾ അഡ്വാൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ 5,000 ബില്ല് അത് നമ്മൾ അഡ്വാൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പേയ്മെന്റ് അല്ല ചെയ്തിട്ടുള്ളത്, അഡ്വാൻസ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള റിപ്പോർട്ട് തന്നെ ആയിരിക്കണം വരേണ്ടത് നിങ്ങൾ ചെയ്യുമ്പോൾ. റിപ്പോർട്ട് എടുക്കുമ്പോൾ പിന്നെ ലാസ്റ്റ് ഇതിങ്ങനെ ഗ്രീൻ ആയിട്ടായിരിക്കും വരുന്നത്, റെഡ് ആയിരിക്കില്ല, ഗ്രീൻ ആയിരിക്കും. ഇങ്ങനെ ഗ്രീൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെയ്തത് കംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഇന്ന് ചെയ്തു നോക്കാം.